ആയുർവേദ രംഗത്ത് വളരെ വലിയ ഒരു ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രീ അനൂപ് അവർ വേറൊരു ടീമുമായി ചേർന്നായിരിക്കണം ഈ 52 രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. 52 ആളുകളെ കണ്ട് ഇത്തരം ഒരു സമഗ്രമായിട്ടുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് ആയുർവേദ ദ ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെന്ററി കാണാനാണ്. അതിൻ്റെ സംവിധായകനാണ് ശ്രീ വിനോദ് മങ്കര. ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നു. 52-ലധികം ആളുകളെ നേരിട്ട് പോയി ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു. കാരണം അവർ നമ്മളെ തേടി വരികയല്ല, ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ പറയുന്ന ഡേറ്റിൽ അവർ പറയുന്ന സ്ഥലത്ത് ചെന്ന് ആ ദിവസം ഒരാളെ മാത്രം ഇന്റർവ്യൂ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ഈ ഡോക്യുമെന്ററി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും കേരളത്തിലെ ആയുർവേദ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആയുർവേദത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, ആയുർവേദത്തിലുള്ള വിശ്വാസക്കുറവ്, അതുപോലെ വിദേശ മാർക്കറ്റിൽ ആയുർവേദത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ. അങ്ങനെ നമ്മൾ ദൂരീകരിക്കേണ്ട പല കാര്യങ്ങളും ഈ ഡോക്യുമെന്ററിയിലൂടെ തെളിയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് വിജയിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിനെ കണ്ട് അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. ഈ ഡോക്യുമെന്ററി പ്രദർശനത്തിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ആയുർവേദത്തെക്കുറിച്ച് ഇന്ന് ഏത് തരത്തിലുള്ള സംശയങ്ങൾ ആരും ഉന്നയിച്ചാലും അതിനുള്ള ഉത്തരം ഈ ഡോക്യുമെന്ററിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് കേരള സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും ആയുർവേദത്തെ പുറം നാടുകളിലേക്ക് കൊണ്ടുപോകാനും വിദേശ രാജ്യങ്ങളിൽ അംഗീകാരം നേടിത്തരാനും എല്ലാം ഇതിന്റെ കണ്ടന്റ് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും ഞാനും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ആയുർവേദ കോളേജിൽ ഇത്രയും മനോഹരമായ പുതിയ ഓഡിറ്റോറിയത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇതിൽ ഒരുപക്ഷെ ഇവിടെ പ്രദർശിപ്പിക്കുന്ന ആദ്യത്തെ സിനിമയായിരിക്കും എന്നിവിടെ വിശ്വസിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും എല്ലാം ഞങ്ങളുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനൂപ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് സിദ്ധനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ചിലപ്പോൾ ആദ്യമായിട്ട് ഒരു ആയുർവേദത്തിന് ഒരു എക്സിബിഷൻ കൊണ്ടുവന്ന അദ്ദേഹമാണ്. വളരെ നല്ല ജേർണൽസ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. തൃശ്ശൂരത്തെ ഏറ്റവും വലിയ പരമ്പരാഗത വൈദ്യത്തിൻ്റെ ഒരു കുടുംബ പാരമ്പര്യമുള്ള കുടുംബമാണ് അദ്ദേഹമാണ്. ഈ ഫിലിം നമ്മുടെ ആശയമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഡോക്യുമെന്ററിയുടെ ആവശ്യങ്ങൾ കണ്ടെത്തുകയും ഏകദേശം വലിയൊരു എമൗണ്ട് ചെലവഴിച്ചുകൊണ്ട് വിദേശങ്ങളിൽ വരെ ചെയ്തുകൊണ്ട് ഫിലിം പിടിച്ചിരിക്കുകയാണ്. ആയുർവേദ രംഗത്ത് വളരെ വലിയ ഒരു ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രീ അനൂപ്, ശ്രീ വിനോദ് മങ്കരയും അവർ വേറൊരു ടീമുമായി ചേർന്നായിരിക്കണം ഈ 52 രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. 52 ആളുകളെ കണ്ട് ഇത്തരം ഒരു സമഗ്രമായിട്ടുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. ഡോക്യുമെന്ററി തയ്യാറാക്കുമ്പോൾ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത കൊണ്ടത് വളരെ നന്നായി കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആയിരിക്കും തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആയുർവേദ രംഗത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ആണ് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രാമനാഥൻ സംസാരിച്ചത്. ആയുർവേദത്തിൻ്റെ പ്രത്യേകതകൾ അംഗീകരിക്കുന്ന സമൂഹമാണ് കേരളം. നമുക്ക് ആയുർവേദ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ വേണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അത് നമുക്ക് അന്തർദേശീയ മാർക്കറ്റിൽ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനും അതിൻ്റെ ഈ മിക്കവാറും നിങ്ങൾക്കറിയാം, ഈ സാധനം പുറത്തേക്ക് അയക്കുന്നവർ കോസ്മെറ്റിക് എന്ന നിലയിൽ പലപ്പോഴും അയക്കേണ്ടി വരുന്നത് നിർബന്ധമാകുന്നുണ്ട്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ അയക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെയും അതുപോലെ അതിൻ്റെ കണ്ടന്റുകളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന പ്രശ്നമാണ്. കുറേയേറെ കാലമായി കേരളത്തിൽ നമ്മൾ പറയുന്നതാണ് ഇക്കാര്യത്തിനകത്ത് കുറച്ചുകൂടി ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവണം. അതുണ്ടാവേണ്ട ഇതെങ്ങനെയാണ് എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. കാരണം ഈ ഇന്റർനാഷണലി കുറേ ഏതാനും വർഷം മാത്രം പഴക്കമുള്ള അലോപ്പതിക്ക് വലിയ മുൻകൈയുണ്ട്. എല്ലാ സിസ്റ്റത്തിലും പരസ്പരം ബന്ധിതമായി മുന്നോട്ട് പോകണം, ഇൻ്റഗ്രേറ്റഡ് ആവണം ആരോഗ്യരംഗം, ചികിത്സ എന്ന് പറയുന്നെങ്കിലും പലപ്പോഴും അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ശ്രീ അനൂപിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പോയ വഴിക്ക് ലാറ്റിൻ അമേരിക്കയിൽ പോയോ? ഇല്ല, ലാറ്റിൻ അമേരിക്ക എന്നുള്ള വിവരങ്ങളാണ് ശേഖരിച്ചിരുന്നത്. കേരളത്തിൻ്റെ അതുല്യമായ വളരെ അമൂല്യമായ ഒരു അറിവാണ്, നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെയും നമ്മുടെ ഏറ്റവും ദീർഘമായ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആയുർവേദം, നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻസ്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെൻറ്, അതേത് ഗവൺമെൻറ് ആയിട്ട് കേരളീയ സമൂഹം വളരെ
വളരെ നിർബന്ധിതമായ ഉത്തരവാദിത്തമുള്ളവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈദ് കാലത്തല്ല ആദ്യകാലം മുതൽ ആയുർവേദത്തിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുകയും കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദ കോളേജുകൾ, തിരുവനന്തപുരം ആയുർവേദ കോളേജ് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ആയുർവേദ കോളേജിലും ഈ സമയത്തുണ്ടായിട്ടുള്ള പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. ധാരാളം കാര്യങ്ങൾ ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഏതായാലും ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇതിനൊരു പ്രായോഗികമായ കാര്യം, ഇക്കണോമിക് സൈഡ്, ഇതിന്റെ ചികിത്സാപരമായിട്ടുള്ള റീച്ച് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ മുട്ടയിട്ടിട്ട് താറാവ് മിണ്ടാതെ പോകുന്ന പോലെ അല്ല, ഇവിടെ നല്ല ഒന്നാന്തരം സാധനമാണ് ഉള്ളത് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എപ്പോഴും വെറൊരു മാർക്കറ്റിംഗ് അല്ല, ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിൽ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഇന്നത്തെ ഈ ഫിലിം അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഡോക്ടർ AV അനൂപ് എന്ന പ്രഗത്ഭനായ ആമുഖദർശിയും ശ്രീ വിനോദ് മങ്കര എന്ന സമർത്ഥനായ സംവിധായകനുമാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ ആയുർവേദത്തെ സമഗ്രമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ദൃശ്യഭാഷയിലൂടെയും ശാസ്ത്രീയ പ്രമാണങ്ങളിലൂടെയും അവ പൂർണ്ണതയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ പോലും അനൂപ് സാറിനൊന്നും ഇതുപോലെ ഒരു നല്ല ഡോക്യുമെന്ററി ഇറക്കണം എന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ തോന്നത്തില്ലായിരുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേടണമെന്നും നമുക്ക് മുന്നോട്ട് പോകണമെന്നും നമ്മുടെ ശാസ്ത്രീയത തെളിയിക്കണമെന്നുമുള്ള ചിന്തകൾ നമുക്കുണ്ടാകില്ലായിരുന്നു. എന്തായാലും എല്ലാം നല്ലതിന് എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായി ഈ ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു മോണിറ്ററി ബെനിഫിറ്റും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ AV അനൂപ് സാറിന് ആദ്യം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതിനുശേഷം ഇത് വളരെ എക്സലൻറ്റും ബ്രില്യൻ രീതിയിലും ഡയറക്റ്റ് ചെയ്ത എഡിറ്റ് ചെയ്ത വിനോദ് മങ്കരജിക്കും എൻ്റെ ആശംസകൾ. എങ്കിലും ഈ ഒരു ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിക്കുന്നതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അനൂപ് ജിയുടെ കൂടെയും വിനോദ് ജിയുടെ കൂടെയും വളരെ തുടക്കം മുതൽ തന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഒരു 15 വർഷം മുന്നേ അനൂപ് സാറിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്ന ഒരു സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ചാണ്, അമ്മോയുടെ കോഴിക്കോട്ട് വെച്ച്, തൃശ്ശൂർ വെച്ച്. അന്ന് സാറ് ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ട വരയിൽ സാർ എന്നോട് പറഞ്ഞു, ഞാനൊരു ഡോക്യുമെൻ്ററി ആയുർവേദത്തെ സംബന്ധിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഒരു കുട്ടി ഈ ഡോക്യുമെൻ്ററി കാണുമ്പോൾ ആയുർവേദം പഠിക്കുവാൻ അതിന് തോന്നണം. ആ ഒരു കാര്യമാണ് സാറിന്ന് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. അത് വളരെ നല്ല നിലയിൽ തന്നെ തീർത്തിരിക്കുകയാണ്. It is very interesting and very happy to see this documentary. Anyway, thank you once again. Thank you all, including this producer. But this documentary is actually a blessing for us, and I really appreciate the efforts which everybody has taken, because this has actually built a lot of confidence. And now I realize that if, let's suppose, if there is maybe we are lacking somewhere, so it is not the Ayurveda, not the science, a science which is developed. It is not that, but it is us. So we need to do more and more effort so that we can bring out more out of it. And വളരെ ഭംഗിയായിട്ടൊരു ഡോക്യുമെന്ററി. അത് ഒരു എനിക്ക് തോന്നി, ഞാൻ കേരളത്തിലെ ആയുർവേദ കോളേജ് അധ്യാപകരുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഇതൊരു അക്കാഡമി പ്രോഗ്രാമായിട്ട് തന്നെയാണ് നമ്മുടെ കോളേജ് കണ്ടത്. നമ്മുടെ പ്രിൻസിപ്പൽ സുനിത മേഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ക്യാമ്പസിൽ വെച്ച് നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു അക്കാഡമി പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ അധ്യാപകർ ഇത് വിലയിരുത്തിയത്. എന്ന് വെച്ചാൽ സിലബസ് മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക്
ഈ ലോകം, ഞാൻ ഇന്ത്യ എന്ന് പറയുന്നില്ല, ഈ ലോകം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഡോക്യുമെന്ററി വഴി നടന്നത്.